നമസ്കാരം. നമുക്ക് ആദ്യമായിട്ട് ജയിലിലേക്ക് പോവാം. ഇപ്പൊ നമ്മുടെ ഗംഭീരമായ മത്സരം നടക്കുന്ന ആ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് മിസ്റ്റർ ജയനിലേക്ക് ഞാൻ എന്റെ മൈക്ക് കൈമാറുകയാണ്. ഇല്ല, ഞാൻ സംസാരിച്ചു. ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അതെ, അപ്പൊ ഞങ്ങളുടെ മറ്റൊരു കാൻഡിഡേറ്റ് അൻസിബയ്ക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇത്ര വലിയ ഒരു പൊസിഷനിലേക്ക് മത്സരിക്കാൻ പറ്റുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. എല്ലാവരും വോട്ട് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ്. അടുത്ത ഞാൻ അനൂപ് ചന്ദ്രനെ പരിചയപ്പെടുത്താം. അനൂപ് ചന്ദ്രനും ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിനകത്ത്. ഇതാണ് ഞങ്ങളുടെ അതിന്റെ ഒരു ഇത് മത്സരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ 1 മണി കഴിഞ്ഞാൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ രണ്ടുപേരുടെ അപ്പോ 1 മണി വരെയാണ് ഞങ്ങളുടെ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറൽ സെക്രട്ടറിയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും കൂടി ചേർന്നാണ് അമ്മയുടെ മുന്നോട്ടുള്ള യാത്ര നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം എല്ലാവരും അറിയിക്കും. അപ്പൊ വീണ്ടും ഞാൻ മൈക്ക് അലിയിലേക്ക് കൈമാറുകയാണ്. നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് എവിടെയുണ്ട്? അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് പറയാം. ഇതൊരു മൈക്കാണ് കൊണ്ട് തന്നതല്ലേ. അതായത് ഞാൻ പറയേ, ഭാരവാഹി ആണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാം ചെയ്യും. ബാബു സുത്യർഹമായ സേവനമാണ് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഷോകളൊക്കെ ചെയ്യുന്നതിന്റെ പുറകിൽ ഈ ശക്തിമാൻ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മുടെ സെക്രട്ടറി, അതെ, ജനറൽ സെക്രട്ടറിയിലേക്ക് എന്താ പറയുക, നിങ്ങൾ ഇതോടെ ഇറങ്ങുവാണ്. ഇറങ്ങുകയല്ല, അതിനകത്ത് കാര്യം പറഞ്ഞുതരാം. ഇതൊരു ചരിത്ര സത്യമാകാൻ പോവുകയാണ്. അതായത് ജനറൽ സെക്രട്ടറി മാറിയതിനു ശേഷം വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരാൻ പോകുന്ന ആളാണ് ഇതാ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി, ആജീവാനന്ദ ജനറൽ സെക്രട്ടറി. അല്ല, ഏതായാലും ഈ അമ്മയുടെ ഓഫീസ് ഇത്ര അടുത്തെടുത്ത് കൊടുത്തെന്തിനാ? ഫ്ലാറ്റിന്റെ അടുത്ത് കൊടുത്തിരിക്കുക. അതൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ ഏതായാലും ഞാനൊന്ന് മോചിതനാവാൻ പോവാണ്. കാരണം അതെ, 25 കൊല്ലത്തെ രാഷ്ട്രാന്ത പരിശ്രമത്തിന് ശേഷം വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആത്മസംതൃപ്തിയോടുകൂടി പടിയിറങ്ങാണ്. എന്താണ് ഇപ്പം പ്രഷർ ഒത്തിരി കണ്ടുകൊണ്ടിരിക്കുക, പ്രഷറോട് എന്താണ് പറയുന്നത് അമ്മയുടെ? അല്ല, എനിക്ക് നമ്മുടെ അംഗങ്ങളെ പോലെ തന്നെ പ്രേക്ഷകരൊക്കെ എന്നൊക്കെ എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്നിട്ടുണ്ട്. നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ ഇനി കൂടുതൽ പടങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴും എന്നോട് ശാസിക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ പ്രണയിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അല്ല, എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ളവരാണ്. അതെ, അതുകൊണ്ട് അവരിൽ നിന്ന് എല്ലാ പിന്തുണയും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ചേട്ടാ, നമുക്ക് ഇടയ്ക്ക് കാണണം, ഇടയ്ക്ക് സംസാരിക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തായാലും പ്രോഗ്രാം ഇങ്ങനെ വോട്ടിംഗ് ഇലക്ഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഇലക്ഷൻ വോട്ടിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നു. എന്തായാലും വലിയ മത്സരബുദ്ധിയല്ല, പക്ഷേ ഒരു സൗഹാർദ്ദത്തോടു കൂടിയുള്ള മത്സരങ്ങളാണ് നടക്കുന്നതിനുള്ള കാര്യത്തിന് സംശയമില്ല. രണ്ടുപേര് ഇവരിപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളാട്ടോ. പക്ഷേ ഇവർ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന്, അപ്പോൾ ഷൂട്ടിംഗ് കാര്യം സംസാരിക്കും. ഇവർ ഇലക്ഷൻ തലമുറ വോട്ട് ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ എല്ലാം കണ്ടിട്ട് ആരാന്ന് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പോകും. നമ്മുടെ ദിവസം ഉറപ്പാ. എല്ലാരും നല്ല കോസ്റ്റ്യൂം അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഇടുന്ന ഗംഭീരട്ടോ. ഇല്ല, അപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വോട്ടിംഗ് ഇലക്ഷൻ കാര്യങ്ങൾ എല്ലാം മുന്നോട്ട് പോകുന്നു. ഇതാണ് റോയലിൻ്റെ ടീ സ്റ്റാളാട്ടോ. റോയലിൻ്റെ ടീ സ്റ്റാളാണ്. ഇവിടെ നിന്നാണ് എല്ലാവരും നല്ല പല ടൈപ്പ് വെറൈറ്റി ടീ ഉണ്ട്. റോയലിൻ്റെ ആണ്, റോയൽ കാറ്ററിങ്ങിൻ്റെ ടീ സ്റ്റാളാണ്. വെറൈറ്റി ടീ ഉണ്ട്. ഇവിടെ വന്നിട്ട് ആർട്ടിസ്റ്റുകളൊക്കെ ടീ കുടിച്ചിട്ടൊക്കെ അകത്തേക്ക് കയറുന്നത്. അപ്പം റോയലാണ് ഇവിടെ ഫുഡും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുഡ് കഴിഞ്ഞ വർഷം ഗംഭീര ഫുഡാണെന്ന് പറഞ്ഞുകൊണ്ട് റോയൽ തന്നെയാണ് ഇത്തവണ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇൻഷുറൻസ്, ഇത് ഇൻഷുറൻസ് പദ്ധതിയുടെ സ്റ്റാളാണ്. ഇൻഷുറൻസ് പദ്ധതി, താരസംഘടന അമ്മയുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ സ്റ്റാളാണ്. ഇൻഷുറൻസ് ഇവിടെയാണ്. ഇതേ നമ്മുടെ ജയരാജ് ചേട്ടൻ ഉണ്ട്. ജയചേട്ടാ, എന്താ വിശേഷം? പറയൂ, എന്തൊക്കെ കാര്യം. അങ്ങനെ പോർട്ടങ്ങള് ഞാൻ അങ്ങനെ കാണാറുണ്ട്. നമ്മുടെ പഴയ ആൾക്കാരല്ലേ. എന്തായാലും ഇവിടെ ഒരു പൂരല്ലേ നടക്കാൻ പോണേ. തൃശ്ശൂർ പൂരത്തിന് അപ്പുറത്തേക്ക് പൂരത്തിന്റെ അപ്പുറത്ത് കൊടമാറ്റം ഇപ്പൊ തുടങ്ങും. അപ്പം ഇത് ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാളിലേക്ക് ഒന്ന് വന്നു. നമുക്ക് കുറച്ച് സാധനങ്ങൾ ചെയ്യാണ്ട്.
അവിടെ വരും, പിടയ്ക്കാൻ അവിടെ വരും എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. താരസംഘടന അമ്മയുടെ നമ്മുടെ ഈ പ്രോഗ്രാം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ജെയിനാണ്. അന്നും കൂടെ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ഈ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാം. ഇടവേള കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരാവുന്നതായിരിക്കും. ചെറിയ ഇടവേളയ്ക്ക് പോകാം. ഇടവേള കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീജിത്ത് ഓക്കെ അല്ലേ? ഇടവേള. അങ്ങനെ ഇലക്ഷൻ്റെ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും സ്ഥാനത്ത് ഇപ്പം ഒരു സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിരിക്കുകയാണ്. സുരാജ് വെഞ്ഞാറമ്മൂട് സ്ഥാനാർത്ഥിയാണ്. സുരാജ് വോട്ടൊക്കെ പിടിച്ചാ പറ. വോട്ടുകളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് പറ. കൊള്ളാം. വളരെ അമ്മയെക്കുറിച്ച് നിങ്ങളൊന്ന് പറയൂ. അമ്മയെക്കുറിച്ച് ഇപ്പം എന്താ പറയാനുള്ളത്? എല്ലാവരും പറയുന്നത് തന്നെയാണ് അമ്മ. ഇനി നമുക്ക് ഇലക്ഷൻ ജയിച്ചിട്ട് കുറച്ച് നമ്മുടെ ആ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാനുള്ള. തീർച്ചയായിട്ടും അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വിജയിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും. പ്രഷർ ഇത് താരസംഘടനയ്ക്ക് മാത്രമേ ഓട്ടുള്ളൂ, വിജയിപ്പിക്കാൻ നമ്മൾ പ്രഷറിൽ എത്തിച്ചുള്ളൂ. അപ്പം എല്ലാ ആശംസകളും. താങ്ക് യു. പൊളിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാര്യങ്ങളിലേക്ക് പോകുന്നു. അകത്ത് ആളുകൾ കയറുന്നു, വോട്ട് പിടുത്തം നടക്കുന്നു. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തത്തോടെയാണ് പോകുന്നത്. നമുക്ക് രാജ് ചേട്ടാ അതെ എപ്പോ എത്തി? ഗുഡ് മോർണിംഗ് സർ. ഹൗ ആർ യു? ഗുഡ് മോർണിംഗ്. പറയൂ, എങ്ങനെയുണ്ട് ഇവിടെ എത്തിക്കുമ്പോൾ വീണ്ടും എത്തുമ്പോൾ ഒരു നമ്മളെല്ലാവരും കാണുന്നത്? നമ്മുടെ തറവാട്ടിലേക്ക് വരുമല്ലോ, എല്ലാവരും കാണാം, കാരണവന്മാരെ കാണാം, നമ്മുടെ സുഹൃത്തുക്കളെ കാണാം. ഇറ്റ്സ് വെരി വെരി ഹാപ്പി ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്. ഇലക്ഷനും കൂടെയാണ്, ഇലക്ഷനാണ്, ചിന്തിച്ചോട്ടിയാണ്. തീർച്ചയായിട്ടും എല്ലാം. ബിക്കോസ് എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. സോ ഇറ്റ്സ് മോർ ദാൻ ഹൂസ് വിന്നിങ്. ദ എയിം ടു achieve the right things for the association and for the members welfare. അതിനുവേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. വിചേട്ടനൊക്കെ വന്നിരിക്കുന്നു ഇലക്ഷൻ്റെ ഇതിലേക്ക്. വിചേട്ടൻ വന്നു. വിചേട്ടൻ്റെ തലവൻ സൂപ്പർ ഹിറ്റായിരിക്കുന്നു. തലവന് ശേഷം വിചേട്ടൻ ഇന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു ആശംസകൾ വിചേട്ടൻ കൊടുക്കുന്നു. വിചേട്ടാ, ആദ്യം ആശംസകൾ. തലവൻ സൂപ്പർ ഹിറ്റ്. അത് തന്നെ, നിങ്ങൾ രണ്ടുപേരെ സൂപ്പർ ഹിറ്റ്. താങ്ക് യു. ഒന്നും പറയാനോ. അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിനക്ക് സുഖാണോ? എനിക്ക് സുഖമാണല്ലോ. ഓ ഓക്കെ, തീർച്ചയായും സൂപ്പർ ഹിറ്റ് കേട്ടോ. ഇതാണ് ഓരോ സിനിമ കണ്ടിട്ട് ആളുകളെ കണ്ട് നേരിട്ട് പറയുമ്പോൾ ഒരു നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടല്ലോ. നമുക്ക് ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ താഴെ വീട്ട് കണ്ടു. അമ്മയിലേക്ക് നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് വന്നൊരു ഫീൽ അല്ല നമുക്ക്, അല്ലേ? തീർച്ചയായും. പിന്നെ പറയൂ. അത് തന്നെ തറവാട് വീട്ടിലേക്ക് വന്നൊരു ഫീല്. ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഇനി അകത്തോട്ട് പോകാൻ പോകണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്മയിൽ വരുമ്പോൾ എങ്കിലും കാണുക, നമ്മുടെ സിനിമ, ലാലേട്ടൻ്റെ സിനിമ എന്തായി? ഇടയ്ക്ക് ഒരു വാർത്ത ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ എന്തായാലും ഉണ്ടാവും. അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാം. വേറൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ അല്ലേ? ഓക്കെ. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ, പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, India's #1 language academy, Neetu's Academy.